ഹൈ, ഞാറയെ പറ്റി പറയാനാണ്. എല്ലാവരും ഇറങ്ങി ഓടിക്കോളി. ഞാറയെ പറ്റി പറയുമ്പോൾ ഞാറയെ പോലെ സംസാരിക്കേണ്ടി വരും. അതായത് ഉത്തമ, നിങ്ങളമ്മ തക്കാളി കറി എടുത്തിട്ട് തക്കാളി എടുത്ത് വെച്ച് നമ്മൾ ഇങ്ങോട്ട് നോക്കി, തക്കാളി നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നോക്കിയിട്ട് തക്കാളിയും നമ്മളും കൂടെ തക്കാളിയുടെ കാര്യം പറഞ്ഞു വിടുമ്പോൾ തക്കാളിയുടെ മേളിൽ നമ്മൾ വേറൊരു തക്കാളിയും തക്കാളിക്ക് അത് തന്നെ. അയ്യോ അയ്യോ, ഈ കൊച്ചിന് എന്തൊരു മാനസിക പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞ് വീണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് എനിക്ക് ഏകദേശം എനിക്ക് ഞോറയെ കണ്ടപ്പോൾ ഞോറയുടെ അതേ ഫോം വന്നില്ലേ. വാസ്തവത്തിൽ ഞോറയ്ക്ക് സംസാരിക്കാനുണ്ട്. ആരോടാണ് സംസാരിക്കാനുള്ളത്? ജാസ്മിനോടാണ്. വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞോറ അവിടെ ഇരുന്ന് പാട്ട് പാടുകയാണ്. ആരുടെ അടുത്താണ് സംസാരം? ജാസ്മിൻ്റെ അടുത്താണ്. ജാസ് ആരാ മോള്? മറുപടി ഉണ്ടായി. ആ മറുപടി ഇവിടെ തീർന്നിട്ടില്ല. പക്ഷേ അതൊരു ഹിൻ്റാണ്. അതായത് ഈ പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങൾ രണ്ടും കൂടെ തുടങ്ങുക. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 2 ടാങ്കോകൾക്ക് ഞങ്ങൾ കൊടുത്ത പ്രോമിസിൽ ഒരാളെ എടുത്ത് ദൂരെക്കളയാൻ ഈസി ആയിരിക്കും. അതായത് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുക. ഫൈറ്റിൽ കൂടുതൽ വോട്ട് ജാസുക്ക് കിട്ടുക, ഞോറയെ ഔട്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അതായത് നെക്സ്റ്റ് എഡിഷനിലേക്ക് വരുന്നത് ഞോറ മുസ്കാൻ ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാധ്യതകൾ ഏറെയാണ്. അക്കൂടെ ആ ഒരു സംഭവത്തിൽ ചെറിയ രീതിയിലൊരു സൂചന കൊടുത്താണ് സിജോ. അപ്പോൾ സിജോ ഒരു എക്സ്പ്ലനേഷൻ പോലെ അടുത്ത ഒരു സംസാരത്തിനിടയ്ക്ക് സിജോ നോറയുടെ വിഷയമൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ സിജോയുമായിട്ട് നമുക്കൊരു ഗോഷ്ടി പിടിച്ച് കളയാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതായത് വിട്ടുകൊടുക്കില്ല. അനാവശ്യമായി അനവസരങ്ങളിൽ അലവില നടത്തുന്ന അലപ്പുറ സർവീസായ ഈ നോറ IAS അടുത്ത് തന്നെ പുറത്താക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞേക്കുക. എനിക്ക് സത്യത്തിൽ ആ സാധനം അവിടെ നിന്നാലും കുഴപ്പമില്ല, പുറത്തു പോയാലും കുഴപ്പമില്ല. അലവില അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ചാനൽ മാറ്റും. വെറുതെ എന്തിനാ നമ്മുടെ സമയം എന്നൊക്കെ എടുക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല. ഒരു വസ്തു മനസ്സിലാവത്തില്ലെന്ന്. കലബില ക്യൂട്ടിനെ സെർവറിലോടെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ഈ ജിൻഡോയ്ക്കെതിരെ ഇത്രയധികം വാശിയോടുകൂടി പറയുമ്പോഴും പുള്ളിക്കാരത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ജാസുവിനെ ഒന്ന് പുകഴ്ത്തുകയും ജാസുവിൻ്റെ ഒപ്പം നിൽക്കുകയും എന്നാൽ ജാസുവിനെ വേണ്ടാന്ന് പറയുകയും മൊത്തത്തിൽ ഒരു കോംപ്ലിക്കേഷൻ. അതാണ് പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശ ലക്ഷ്യം. നിങ്ങൾക്ക് എങ്ങനെയല്ലേ മനസ്സിലായി? എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? സത്യത്തിൽ ഗുഡ് ഫോർ നത്തിങ് ലേഡി ആരാണെന്ന് ചോദിച്ചാൽ നോറയാണെന്ന് ഞാൻ പറയും. പിന്നെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പുറത്തേക്ക് വന്ന ശേഷം പുള്ളിക്കാരത്തി IAS എഴുതുമെന്നാണെങ്കിൽ ഒരു വാഴയും ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് IAS പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം മിനിമം വേണ്ട ക്വാളിറ്റിയൊക്കെ വേണം. അത്തരത്തിലുള്ള യാതൊരു ക്വാളിറ്റി ആ പെൺകൊച്ചിനെ ഞാൻ കാണുന്നില്ല. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ച് അസിസ്റ്റന്റ് കളക്ടറായിട്ടെങ്കിലും ഏതെങ്കിലും ജില്ലകളിൽ വന്നാൽ ആ ജില്ലക്കാർക്ക് മുഴുക്കൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള ചെവിയിൽ വെക്കാനുള്ള പഞ്ഞി എൻ്റെ വക ഞാൻ സ്പോൺസർ ചെയ്യുന്നു. കാരണം അമ്മാതിരിയാണല്ലോ അലപ്പുറകൾ. താഴെ ജോലി ചെയ്യുന്നവരൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെടും. ഇനി ഇതൊന്നുമല്ല മേളിലുള്ളവരാണെങ്കിലും അവരും ഓടി രക്ഷപ്പെടും. ഈ അജാതി എമ്മ ജീവിതത്തിൽ ഇതുപോലൊരു സാധനത്തിന് ആദ്യം കാണുമോ? വല്ലാത്ത ജാതി, ഒന്നും പറയാനില്ല. താങ്ക് യു.